മുമ്പൊരിക്കൽ ഞാൻ കേക്ക് ഉണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത് ഈ വൻ പരാജയമാണ് ഞാനെന്ന്. അതിന് മുമ്പ് 2 കേക്കും കൂടെ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഒരു ബട്ടർ കേക്ക് ട്രൈ ചെയ്തു കേട്ടോ. ഒരു കുഞ്ഞ് ബട്ടർ കേക്ക്. പക്ഷെ അത് വൻ സക്സസ് ആയിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ വിട്ട് കളയണ്ട. അതിൻ്റെ വീഡിയോ എടുക്കാത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ ഇനിയൊരു എഗ്ലെസ് വാനില കേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1.5 കപ്പ് വീറ്റ് ഫ്ലോറിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഞാനൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് 1/2 കപ്പ് ഓയിലും അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഗോതമ്പ് പൊടിയിലെ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും എളുപ്പമായി. ഞാൻ ഒന്നിച്ച് ചേർത്തുകൊണ്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ ഞാൻ ഡ്രീം കേക്കിൻ്റെ പാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ വട്ടമുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ചധികം സമയം ഒരു 50 മിനിറ്റ്സ് എയർ ഫ്രയറിൽ 155 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ 20 മിനിറ്റ്സ് വെച്ചു, പിന്നെ ഒരു 20 മിനിറ്റും പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വെച്ചപ്പോഴാണ് എനിക്ക് കേക്ക് സെറ്റായി കിട്ടിയത്, ഉള്ളു വെന്ത് കിട്ടിയത്. പക്ഷേ അത്രയും വെന്ത് വന്നപ്പോഴത്തേക്കും കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കരിഞ്ഞ ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിച്ചാൽ എൻ്റെ പൊന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ആ മുകൾ ഭാഗം കരിഞ്ഞു എന്നൊരൊറ്റ പോരായ്മയേ ഉള്ളൂ. അത് മാറ്റാനായിട്ട് നമുക്ക് വേറൊരു കുറച്ച് വാവട്ടമുള്ള ഒരു പാത്രത്തിൽ വെക്കുമായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഒരു തവണയും കൂടെ ഞാൻ ഇടാം കേട്ടോ. വേറൊന്നും അല്ല, നമുക്ക് വേറൊരു പാത്രത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കരിയാതെയൊക്കെ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.